എല്ലാവർക്കും വളരെ അത്യാവശ്യമായിട്ടുള്ള, പ്രത്യേകിച്ചും പഠിച്ചു കഴിഞ്ഞവർക്കും പഠിച്ച് ജോലിയിലേക്ക് പ്രവേശിക്കാൻ തയ്യാറായി നിൽക്കുന്നവർക്കും വളരെ അത്യാവശ്യപ്പെട്ടുള്ള ഒരു കാര്യമാണ് ഇൻ്റർവ്യൂവിന് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നത്. നമ്മൾ സ്കൂളിൽ പഠിച്ചു തുടങ്ങുമ്പോഴൊക്കെ നമുക്കൊരു കരിയർ ആസ്പിറേഷനൊക്കെ ഉണ്ടാകും, ഇന്നതായി തീരണമെന്നൊക്കെ. നമ്മൾ ചിലപ്പോൾ ആ ക്വാളിഫിക്കേഷൻ എടുക്കുകയും ചെയ്യും. എന്നാൽ അതിനുശേഷമാണ് ഈ വലിയ കടമ്പ വരുന്നത്. ക്വാളിഫിക്കേഷനും കാര്യങ്ങളുമൊക്കെ ആയി എവിടെയാണ് പോകേണ്ടത് എന്നും അറിയാം. ഇനി എങ്ങനെയാണ് ഒരു തൊഴിൽ നേടിയെടുക്കുക? ഇന്റർവ്യൂ സ്കിൽസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മൾക്ക് ഒരു തൊഴിൽ നമ്മൾ അതിൻ്റെ ടെക്നിക്കൽ വശം പഠിച്ചാൽ മാത്രം പോരാ. നമ്മൾ ഒരു ഇൻ്റർവ്യൂ ബോർഡിൽ ചെന്നിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടാകുമ്പോൾ നമുക്ക് നമ്മുടെ ഈ കേപ്പബിലിറ്റീസും നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളുമൊക്കെ നമുക്ക് വ്യക്തമായി പറഞ്ഞു കൊടുക്കാനും അതിലൂടെ നമുക്ക് ആ ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്യാനും സാധിക്കണം. അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെയാണ് പ്രിപ്പറേഷൻ എന്നതിന് വളരെ പ്രാധാന്യമുള്ളത്. നമ്മൾ 5 കൊല്ലം എടുത്ത് ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിക്കും അല്ലേ? അതിൻ്റെ ടെക്നിക്കൽ വശങ്ങളും കാര്യങ്ങളും ഒക്കെ പഠിക്കും. എന്നാൽ ഒരു 30 മിനിറ്റുള്ള ഇൻ്റർവ്യൂവിന് വേണ്ടി നമ്മൾ തയ്യാറെടുക്കുന്നത് പലപ്പോഴും ശരിയാവാറില്ല. ഏതൊരു പ്രവൃത്തി നമ്മൾ ചെയ്താലും അതിനുവേണ്ടി കൃത്യമായി നമ്മൾ തയ്യാറെടുക്കുക എന്നുള്ളത് പ്രാധാന്യമുള്ള ഒന്നാണ്. അപ്പോൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് അതിനുവേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ആദ്യം എന്ത് നമ്മൾ ചെയ്യണം? നമുക്കൊരു റെസ്യൂമേ അല്ലെങ്കിൽ നമ്മൾ ബയോഡേറ്റ, കറിക്കുലം വീറ്റ എന്നൊക്കെ വിളിക്കുന്ന ഒരു സാധനം ഉണ്ടാകണം. അതിന് ഒരു ഫോർമാറ്റ് ഉണ്ട്. അതിൻ്റെ അനുയോജ്യമായൊരു ഫോർമാറ്റ് ഉണ്ടാകണം. അതിൽ നമുക്ക് ആവശ്യമുള്ള ഡീറ്റെയിൽസ് ഇടാനും സാധിക്കണം. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഇൻ്റർനെറ്റിൽ ഒരുപാട് റെസ്യൂമേയുടെയൊക്കെ സാമ്പിൾസ് നമുക്ക് ലഭിക്കും. അങ്ങനെ നമ്മൾ നമ്മുടെ തൊഴിൽ മേഖല ഏതാണോ ആ തൊഴിൽ മേഖലയെ ഐഡൻറ്റിഫൈ ചെയ്ത് ആ തൊഴിൽ മേഖലയിലുള്ള ഒരു 4-5 റെസ്യൂമേ ഡൗൺലോഡ് ചെയ്ത് നോക്കുക. എന്നിട്ട് വേണം നമ്മൾ നമ്മുടെ റെസ്യൂമേ പ്രിപ്പയർ ചെയ്യാൻ. നമ്മൾ പറഞ്ഞു, നമുക്ക് ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുൻപ് റെസ്യൂമേ കൃത്യമായി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഏത് തൊഴിൽ മേഖലയിലേക്കാണോ നമ്മൾക്ക് പോകേണ്ടത്, അതിൽ ഏത് സ്പെസിഫിക് കമ്പനിയിലേക്കാണോ നമ്മൾക്ക് പോകേണ്ടത്, ആ കമ്പനിയെക്കുറിച്ചും ആ തൊഴിൽ മേഖലയെക്കുറിച്ചും നമ്മൾ കൂടുതൽ അറിയുകയും കൂടുതൽ മനസ്സിലാക്കുകയും ചെയ്യണം. പലപ്പോഴും കുട്ടികൾക്ക് പറ്റിപ്പോകുന്നത് ഇതാണ്. നമ്മൾ 5 വർഷം പഠിച്ചു എന്നൊരു ബലത്തിൽ നമ്മൾ അങ്ങ് പോകും. എന്നാൽ നമ്മൾ പോകുന്ന തൊഴിലിൽ എന്താണ് എക്സ്പെക്റ്റേഷൻ എന്നുള്ള കാര്യത്തിൽ ഒരു ധാരണയുണ്ടാവില്ല. ഇങ്ങനെ കൃത്യമായ ധാരണയുണ്ടാവുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ടെക്നിക്കൽ കോഴ്സസ് ഒക്കെ പോലെ തന്നെ നമുക്കറിയാമല്ലേ, സിവിൽ സർവീസിൻ്റെ പ്രിപ്പറേഷൻ എത്ര കാലമെടുത്താണ് ഒരു വ്യക്തി സിവിൽ സർവീസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. അതിൽ ഈ കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ എഴുതി കഴിഞ്ഞാലും പിന്നെയാണ് ഈ പ്രധാനപ്പെട്ട കടമ്പ എത്തുന്നത്. എന്താണ്? ഇൻ്റർവ്യൂ. ആ ഇൻ്റർവ്യൂവിൽ നമ്മുടെ വ്യക്തിത്വമാണ് നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യേണ്ടത്. നമ്മളൊരു വളരെ സ്ട്രോങ് പേഴ്സണാലിറ്റി ആണെന്നും നമ്മൾ വളരെ കേപ്പബിൾ ആണെന്നും ഒക്കെ ആ ഇൻ്റർവ്യൂ ബോർഡിനെ നമുക്ക് കൺവിൻസ് ചെയ്യണം. അതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അങ്ങനെയാകുമ്പോൾ നമുക്ക് അത്രമാത്രം പ്രാക്ടീസും അത്രമാത്രം നമ്മൾക്ക് പ്രിപ്പറേഷനും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ കടമ്പ കടക്കാൻ സാധിക്കുകയുള്ളൂ അല്ലേ? നമ്മളൊരു പുതിയ ജോലിക്ക് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ജനറലി ആ മേഖലയെക്കുറിച്ച് നമ്മൾക്ക് കുറച്ച് ധാരണ ഉണ്ടായിരിക്കണമെന്ന്. പിന്നെ പ്രധാനപ്പെട്ടത്, നമ്മൾ ഏതൊരു സ്ഥാപനത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു സിനിമയുടെ ഭാഗമാകാനാണെങ്കിലും എന്തിനാണോ നമ്മൾ പോകുന്നത് അവിടെ നമുക്ക് ചെയ്യേണ്ട വ്യക്തമായ ഒരു റോളുണ്ട് അല്ലേ? നമ്മുടെ ആ ഒരു സ്പെസിഫിക് ജോബ് റോൾ, അത് എന്താണ് എന്നും കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. കാരണം അതെന്താണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അതിൽ എന്തായിരിക്കും ആ ഇൻ്റർവ്യൂവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്താണ് ഇൻ്റർവ്യൂവർ എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ആ എക്സ്പെക്റ്റേഷനിൽ എന്തൊക്കെ ക്വാളിറ്റീസ് എനിക്കുണ്ട് എന്ന് ഓർത്തെടുക്കാനും അതിനെ കൃത്യമായി അവിടെ സംസാരിക്കാനും സാധിക്കുകയുള്ളൂ. കൃത്യനിഷ്ഠ എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യത്തിലും നമുക്ക് ആവശ്യമുള്ള ഒന്നാണ് അല്ലേ? അപ്പോൾ ഒരു ഇൻ്റർവ്യൂവിനെ സംബന്ധിച്ചിടത്തോളം ഇത് സുപ്രധാനമാണ്. നമുക്ക് അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന സമയത്തിന് 1/2 മണിക്കൂറോ 1 മണിക്കൂറോ മുന്നേ തീർച്ചയായും നമ്മൾ ആ സ്ഥലത്തെത്തണം. പുതിയ സ്ഥലമാണെങ്കിൽ നമുക്ക് സ്ഥലം കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, എന്തെങ്കിലും ട്രാഫിക് കൺജഷനിലോ മറ്റോ പെട്ട് താമസിച്ചു പോകാനുള്ള സാഹചര്യവുമുണ്ട്. മാത്രമല്ല, നമ്മൾ വളരെ ഡെഡിക്കേറ്റഡ് ആണ്, നമ്മൾ വളരെ ടൈം കീപ്പിംഗ് ഉള്ളൊരു വ്യക്തിയാണ് എന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ കിട്ടുന്ന ആദ്യത്തെ അവസരവും കൂടിയാണ്.
നമ്മളൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള മറ്റൊരു കാര്യം, നമ്മൾ എങ്ങനെയാണ് നമ്മുടെ വസ്ത്രധാരണം നടത്തുന്നത്, നമ്മൾ വെൽ ഗ്രൂംഡ് ആണോ എന്നുള്ളതൊക്കെയാണ്. മുടിയൊക്കെ നന്നായി ചീകി ഒതുക്കി വെച്ച്, ആൺകുട്ടികളാണെങ്കിൽ ഒരു ബിയേർഡൊക്കെ ട്രിം ചെയ്ത് നമ്മൾ വളരെ പ്രസൻറ്റബിൾ ആയിരിക്കണം. അതുമാത്രവുമല്ല, നമ്മൾ എവിടെയാണോ ഇൻ്റർവ്യൂവിന് പോകുന്നത് അവർക്ക് ഡ്രസ്സിങ്ങിന് പ്രത്യേക രീതികളുണ്ടോ എന്ന് നമ്മൾ അന്വേഷിച്ച് അതിന് അനുയോജ്യമായി ഡ്രസ്സ് ചെയ്ത് പോയില്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ തന്നെ നമ്മൾ കുറച്ച് അൺകംഫർട്ടബിൾ ആകും. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാമോ? കല്യാണത്തിനും പാർട്ടിക്കും ഒക്കെ പോകുമ്പോൾ നമ്മൾ ഇടുന്നത് പോലെയുള്ള വളരെ തിളക്കമുള്ള വസ്ത്രങ്ങളും ഒരുപാട് ആഡംബരവുമായിട്ട് പൊതുവെ ആൾക്കാർ ഇൻ്റർവ്യൂവിന് പോകാറില്ല. നമ്മൾ വളരെ ലളിതമായും വളരെ നീറ്റായും ഡ്രസ്സ് ചെയ്ത് വളരെ നന്നായി ഗ്രൂം ചെയ്ത് പോയി കഴിയുമ്പോൾ നമ്മൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നമുക്കിരുന്ന് സംസാരിക്കാനും സാധിക്കും. ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുന്നായി നമുക്ക് പ്രിപ്പയർ ചെയ്യാം, അല്ലേ? എന്നാൽ ഇൻ്റർവ്യൂവിന് നമ്മൾ ആ മുറിയിൽ കയറി കഴിഞ്ഞാൽ നമ്മളോട് തന്നെ പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇനി ഞാൻ നെർവസ് ആവുന്നതിൽ യാതൊരു അർത്ഥവുമില്ല, ഇനി ഞാൻ പാനിക്ക് ചെയ്യേണ്ട. ഇവിടെയാണ് ഞാൻ ഏറ്റവും റിലാക്സ്ഡായി ഇരിക്കേണ്ടത്. കാരണം ഏറ്റവും റിലാക്സ്ഡ് ആയിട്ട് ഇരുന്നാൽ മാത്രമല്ലേ നമുക്ക് കൃത്യമായൊരു സംഭാഷണത്തിൽ ഏർപ്പെടാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ സ്കിൽസൊക്കെ എല്ലാം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനും ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും കോൺഫിഡൻ്റായി ഉത്തരം പറയാനും സാധിക്കുകയുള്ളൂ. 1-2 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ ഇതിൻ്റെ ഒരു ഹാങ് കിട്ടും. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ചും പ്രധാനപ്പെട്ട ഒരു ജോലിയുണ്ട്, അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഇൻ്റർവ്യൂ ഉണ്ടെങ്കിൽ അതിനു മുൻപ് ചില ചെറിയ ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്താൽ നമുക്കൊരു പ്രാക്ടീസായി മാറുകയും ചെയ്യും. നമ്മൾക്ക് ഇൻ്റർവ്യൂവിനെ കുറിച്ചൊക്കെ ഒരു കൺവെൻഷണൽ ബിലീഫ് ഉണ്ടല്ലേ, ഇങ്ങനെയായിരിക്കും, ഇങ്ങനെ പോകണം, ഇങ്ങനെ പെരുമാറണം എന്നൊക്കെ. എന്നാൽ ചില കമ്പനികളിലും ചില സാഹചര്യങ്ങളിലും ഇതിനെയൊക്കെ വല്ലാണ്ട് മാറ്റിമറിക്കാറുണ്ട്. ഉദാഹരണത്തിന്, ഒരു കമ്പനിയിൽ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നപ്പോൾ ഒരുപാട് കാൻഡിഡേറ്റ്സ് വന്നിരുന്നു. ഒരു 8-ാമത്തെയോ 9-ാമത്തെയോ നിലയിലാണ്. ആ നിലയിൽ ഈ കാൻഡിഡേറ്റ്സ് ഒക്കെ ടൈ ഒക്കെ കെട്ടി വെയിറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ഫാനും ലൈറ്റും എയർ കണ്ടീഷണറും എല്ലാം റൺ ചെയ്തുകൊണ്ടിരുന്നു ഒരേ സമയത്ത്. അത് ഒരു കാൻഡിഡേറ്റ് മാത്രം പോയി ആവശ്യമില്ലാത്ത ലൈറ്റുകളൊക്കെ ഓഫ് ചെയ്തു. ഇത് ആ ഇൻ്റർവ്യൂ ബോർഡ് മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്തൊരു സാഹചര്യമായിരുന്നു. കാരണം അവർക്ക് ഇങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡുള്ള, എനർജി സേവിങ് കോൺഷ്യസ് ആയിട്ടുള്ള, അവനവൻ്റെ ഒരു റുട്ടീനിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ആവശ്യം. ആ പ്രത്യേക സാഹചര്യത്തിൽ ആ വ്യക്തിക്കാണ് സെലക്ഷൻ കിട്ടിയത്. അതുകൊണ്ട് എല്ലായ്പ്പോഴും നമ്മൾ പോകുന്ന എല്ലാ ഇൻ്റർവ്യൂവും കൺവെൻഷണൽ ആയിരിക്കണമെന്നില്ല. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. എനർജി സേവിങ് അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന സാധനങ്ങൾ തിരിച്ച് കൃത്യമായി വെക്കുക എന്നുള്ളതൊക്കെ നമുക്ക് സ്വാഭാവികമായും പാലിക്കാൻ പറ്റുന്ന ചില ശീലങ്ങളാണ്. ഇങ്ങനെയുള്ള ശീലങ്ങളായിരിക്കും ചിലപ്പോൾ നിങ്ങളെ നിങ്ങളുടെ ഒരു ഡ്രീം ജോബിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. മറ്റൊരു സുപ്രധാന കാര്യം പറയട്ടെ. നമ്മൾ ഏത് ഇൻ്റർവ്യൂവിനാണ് പോകുന്നതെങ്കിലും നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്. എന്താണെന്നല്ലേ? കള്ളം പറയാൻ പാടില്ല. ചിലപ്പോൾ നമ്മൾക്ക് കള്ളം പറയേണ്ടി വരുന്നത് നമുക്ക് ചിലപ്പോൾ ഒരു കരിയർ ബ്രേക്ക് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ സ്ട്രെങ്ത്തിനെ കുറിച്ച് ചോദിക്കുമ്പോൾ നമുക്കൊന്നും എഴുതാൻ കാണില്ല, നമുക്കൊരു ഹോബി കാണില്ല, അപ്പോൾ നമ്മൾ പുസ്തകം വായിക്കുമെന്ന് വെറുതെ പറയും. വെറുതെ പറയുന്നതും കള്ളമാണ്. നമ്മൾ കള്ളം പറയാൻ പാടില്ല എന്നുള്ളതിൻ്റെ പ്രധാന കാരണം ഈ പുസ്തകം വായിക്കും, അല്ലെങ്കിൽ ഡാൻസ് കളിക്കും, അല്ലെങ്കിൽ യാത്ര ചെയ്യും എന്നുള്ള ഒരു ചെറിയ അനാവശ്യ കാര്യത്തിൽ നിന്നായിരിക്കും ഒരു മറുചോദ്യം ഉണ്ടാകുന്നത്. നമ്മളോട് ചോദിക്കും, ഏതാണ് അവസാനം വായിച്ച പുസ്തകം, അല്ലെങ്കിൽ എവിടേക്കാണ് യാത്ര ചെയ്തത്? അവിടെ നമുക്ക് ഉത്തരം പറയാൻ പ്രയാസമായി മാറും. അപ്പോൾ അതൊരു വലിയ കള്ളമോ ചെറിയ കള്ളമോ എന്നുള്ളതല്ല. നമ്മൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് വിശദീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മളൊരു ഇൻ്റർവ്യൂവിൽ പറയാൻ പാടുള്ളൂ. ഇൻറ്റഗ്രിറ്റി, സത്യസന്ധത എന്നുള്ളതൊക്കെ ഒരു ആളെ ഹയർ ചെയ്യുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഒരു ഇൻ്റർവ്യൂ നമ്മൾ എങ്ങനെയാണ് സക്സസ്ഫുള്ളി അറ്റൻഡ് ചെയ്യേണ്ടത്, അതിലൂടെ നമ്മൾ എങ്ങനെയാണ് നമുക്ക് ഇഷ്ടമുള്ള ജോലി നേടിയെടുക്കേണ്ടത് എന്നതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയാനും മനസ്സിലാക്കാനുമുണ്ട്. ഇങ്ങനെയുള്ള ഒരു ഓവറോൾ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൻ്റെ എല്ലാ ഫേസിലും നമുക്ക് കൃത്യമായി പെരുമാറാനും അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ സാധിക്കുകയുള്ളൂ. ഈ കാര്യത്തെക്കുറിച്ചും കൂടുതൽ വായിക്കുക, പോയിട്ടുള്ള അനുഭവസ്ഥരോട് സംസാരിച്ച് മനസ്സിലാക്കുക, ജോലി നേടിയെടുത്ത് കഴിഞ്ഞവരോട് അവരുടെ ഇൻ്റർവ്യൂസൊക്കെ എങ്ങനെയുണ്ടായിരുന്നു എന്നൊക്കെ ആരായുക. ഇതിൽ നിന്നൊക്കെ കിട്ടുന്ന ഇൻപുട്ട് നമുക്ക് ഒരുപാട് ഉപകാരപ്രദമായിരിക്കും.